ഹലോ കൂട്ടുകാരെ, ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഓട്ടടയാണ് കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ നാടൻ വിഭവമാണ് ഈ ഓട്ടട പറഞ്ഞാൽ. ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മളെ മലയാളികൾ ചുടുന്ന ഓട്ടട കേട്ടോ. മലയാളികളുടെ സ്വന്തം ഓട്ടടയാണിത്. അതിന് നമ്മളൊരു മൺചട്ടി, പത്തിരിച്ചട്ടി അറിയും, ഇങ്ങനത്തെ ഒരു ചട്ടി നല്ലോണം അടുപ്പത്ത് തന്നെ നിങ്ങൾ ചുടാൻ നോക്കണം കേട്ടോ. അപ്പോഴേ ഇത് കറക്റ്റ് ആവുള്ളൂ. ഗ്യാസുമ്മ ചുടുമ്പോൾ അടിയൊക്കെ കരിഞ്ഞു പോകും. പിന്നെ തീ നല്ലോണം കനത്തിട്ടേ നമ്മളെ മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം ചൂടായി വരുമ്പോൾ ഒരു തവി കോരി വയ്ക്കുക. ഇതേമാതിരി എന്നിട്ട് കോരി വെച്ചിട്ട് നല്ലോണം ഇങ്ങനെ ബബിൾസൊക്കെ വരുമ്പോഴേ നല്ലൊരു പാത്രം കൊണ്ട് മൂടിയോണ്ട് നമുക്ക് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ എടുത്താൽ നല്ല ഓട്ടടയായിട്ടുണ്ടാവും കേട്ടോ. ഇത് ഉണ്ടാക്കാനും എളുപ്പമാണ്. തലേ ദിവസം രാത്രി തന്നെ അരിയൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്തിട്ടേ നമുക്ക് രാവിലെ അരച്ചെടുക്കട്ടോ. നമുക്ക് അരച്ചെടുത്ത നേരത്തെ തന്നെ ഇത് ഉണ്ടാക്കട്ടോ. അധികം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് നല്ല നേരമായിട്ടുണ്ട്. ഞാനിപ്പോൾ 2 കപ്പ് അരിയായിട്ടാണ് ഉണ്ടാക്കിക്കണത്. ഇത്രയും ഓട്ടട ഉണ്ടായിട്ടുണ്ട്. ഇത് കഴിക്കാനും നല്ലൊരു ടേസ്റ്റാട്ടോ. കറിയൊന്നും ഇല്ലെങ്കിലും വെറുതെ ചായയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇറച്ചിക്കറിയുടെ കൂടെ കടലക്കറിയുടെ കൂടെയൊക്കെ കഴിക്കാട്ടോ. ഞാൻ ഈ മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടേ നല്ലോണം തീയൊക്കെ കനപ്പിച്ചിട്ടേ നല്ല തീ കൂട്ടി നല്ല ഫ്ലെയിം കൂട്ടണം കേട്ടോ. നല്ല നേരമാവുള്ളൂ. നമുക്ക് പച്ചരിയൊക്കെ തലേന്ന് വെള്ളത്തിലിട്ടേ കുതിർത്തി അരിച്ച് എടുത്താൽ കേട്ടോ. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ 2 കപ്പ്, വലിയ കപ്പിന് 2 കപ്പ് പച്ചരി ഉണ്ട് കേട്ടോ. 2 കപ്പ് വെച്ചാൽ 2 നാഴി കേട്ടോ. നമുക്ക് ഇത്ര തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരു മുറി തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇവിടെ ഇതിലേക്ക് കുറച്ച് ചോറ് ഇട്ട് കൊടുക്കാം കേട്ടോ. ചോറിടുമ്പോൾ നല്ലൊരു സോഫ്റ്റാകാരം. ഇനി ആവശ്യത്തിന് വെള്ളം അധികം ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചങ്ങാണ്ട് അരച്ചെടുക്കുക. മിക്സിയിലൊന്ന് അരഞ്ഞിട്ടാലേ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് വെള്ളം ഏറിയാൽ പിന്നെ ശരിക്ക് കിട്ടൂല കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു പാകം. കണ്ടില്ലേ, ഇങ്ങനെ കുറുന്നനെ ആവണം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകളോടെയും ചേർത്ത് കൊടുക്കാം. രാവിലെയൊക്കെ ഇങ്ങനെ ഓട്ടട ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. ചൂട് ചായയുടെ കൂടെ കഴിക്കണമെങ്കിലേ കറിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇറച്ചിക്കണ്ടി കടലക്കറിൻ്റെ കൂടെ കഴിക്കുകയും ചെയ്യാം കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടോ. ഇത് നന്നായി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടേ നമുക്കിതേ മൺചട്ടിയിൽ ചുട്ടെടുക്കാം. മൺചട്ടി തന്നെ എടുക്കണം കേട്ടോ. മൺചട്ടിയിൽ ചുടുമ്പോഴേ നല്ല നേരമാകും. അങ്ങനെ ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു കുറുകൽ കേട്ടോ. ഇതേമാതിരി കുറുകി വരണം കേട്ടോ. നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നല്ലോണം ഉപ്പൊക്കെ ഇട്ട് ഇളക്കി കൊടുത്ത് ഇതാണ് ഇതിൻ്റെ കുറുകൽ. തീ നല്ലോണം കത്തിച്ചിട്ടേ നല്ലോണം കത്തി വരുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു മൺചട്ടി കേട്ടോ. പത്തിരിച്ചട്ടി എന്ന് അറിയുന്നത് ഞങ്ങൾ. ഇതാണ് ഓട്ടട ചട്ടി. ഇതിൽ പത്തിരിയും ചൂടാ. പണ്ടുള്ള ആൾക്കാരൊക്കെ ഇതിലേ പത്തിരി ഇട്ടീന്. ഇതിൽ ഓരോന്നല്ലേ ചൂടുള്ളൂ. കുറേ അടുപ്പത്ത് 2-3 അടുപ്പത്താണ് തീ വെച്ചിട്ട് ഇതിലിങ്ങനെ ഓരോന്ന് ചുട്ടാൽ നല്ലൊരു പൊളച്ചും വരും. അപ്പോൾ ആരും ഇങ്ങനത്തെ ചൂടില്ലല്ലോ. അപ്പോൾ വലിയ ഇരുമ്പട്ടിയിൽ 3-4 ഒന്നിച്ച് ചൂടണേ നോട്ടിക്കിൻ്റെ ചട്ടിയിൽ അങ്ങനത്തിലൊക്കെ അല്ലേ പത്തിരി ഇടുക. പക്ഷെ ഇത് ഓട്ടട ഇടാൻ ഉഷാറാണ് കേട്ടോ. ചട്ടി നല്ലോണം ചൂടായി വരുമ്പോഴേ നമ്മളൊരു തവി കോരി ഒഴിച്ച മാവ് നല്ലോണം ചൂടാണ് കേട്ടോ. അത് ചട്ടി നല്ലോണം ചൂടായി വരുമ്പോൾ നമുക്ക് ഇതല്ലേ കുറുകൽ. ഇതാണ് ഇതിൻ്റെ പാകം. ഇതിനൊരു തവി ഒരു കയ്യിലെടുത്തിട്ട് നമുക്ക് ഈ നടുവിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു പതുക്കെ അമർത്തി കൊടുക്കട്ടോ. വേണേ ഇങ്ങനെ വല്ലാതെ പരത്താൻ നിൽക്കിയത്. ഇത് നല്ലോണം ബബിൾസൊക്കെ വന്നിട്ടേ നമുക്ക് നല്ലൊരു അടപ്പുകൊണ്ട് അടച്ചേക്കാം. കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന മേലെ ഇങ്ങനെ പൊള്ളപ്പ് വരും. ബബിൾസ് ഇങ്ങനെ വരും കേട്ടോ. നല്ല വരുന്നു. ഇപ്പോൾ ചട്ടി നല്ലോണം ചൂടായാലും കേട്ടോ അങ്ങനെ വരിക. അല്ലെങ്കിൽ ഇങ്ങനെ വരില്ല. ചട്ടി എല്ലാം ചൂടാണ്. നല്ല കനപ്പ് വേണം അടിയിൽ. അല്ലേ ബബിൾസുകൾ ഇങ്ങനെ വരുന്നുണ്ടല്ലേ. ഇങ്ങനെ ബബിൾസുകളൊക്കെ വരുമ്പോൾ നമുക്കൊരു പാത്രം കൊണ്ട് നല്ലൊരു മൂടി കൊണ്ട് അടച്ചു വെക്കട്ടോ. അല്ലേ എളുപ്പം നേരമായിട്ടുണ്ട്. അല്ലേ അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇവിടെ ചട്ടം കൊണ്ട് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കാണാൻ എടുക്കണം കേട്ടോ. അടിയിൽ നിന്ന് അല്ലേ കിട്ടി. അല്ലേ നല്ല നന്നായി പൊള്ളച്ച് വന്നിട്ടുണ്ട്. നിങ്ങൾ ഓട്ടടയൊക്കെ നേരാണല്ലേ ഇങ്ങനെ ഉണ്ടാക്കി നോക്കി. ഇങ്ങനെ ഉണ്ടാക്കിയാൽ നേരായില്ല എന്ന് പറയില്ല ആരും. നല്ല ചൂട് ചായയുടെ കൂടെയും ഒക്കെ കഴിക്കാനൊക്കെ നല്ല രസമാണ്. അങ്ങനെ നമുക്ക് എല്ലാതും ചുട്ടെടുക്കട്ടോ. ഞാൻ ഇപ്പോൾ ഇതുകൊണ്ട് ഒരു 5-6 ആൾക്കില്ല ഓട്ടട രാവിലത്തെ കടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു 10-12 അപ്പം ചുട്ടിട്ടുണ്ട് കേട്ടോ അതിട്ട്. അങ്ങനെ ഗേസ് നിങ്ങളിങ്ങനെ ഓട്ടടയൊക്കെ ഉണ്ടാക്കിയിട്ടേ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്ത് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കൊണ്ട് നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുത്തിട്ടേ
വീഡിയോ ഇഷ്ടമായാൽ നമ്മളെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് എല്ലാ ഓട്ടടയും ചുട്ടെടുത്താലോ? അങ്ങനെ കൂട്ടുകാരെ, ഈ ഓട്ടടയൊക്കെ നല്ല ഉഷാറായി വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഓട്ടട ഉണ്ടാക്കി നോക്കി. ഓട്ടട ഇങ്ങനെ ഉണ്ടാക്കി എന്തായാലും ശരിയാവും കേട്ടോ. പിന്നെ ഞങ്ങൾ അടുപ്പത്ത് തന്നെ ചുടാൻ നോക്കണം കേട്ടോ. വിറകടുപ്പത്ത് തന്നെ ചുടുകൊണ്ടു, അല്ലെങ്കിൽ ശരിയാവില്ല. ഗ്യാസുമ്മ ചുടുമ്പോൾ എന്തായാലും കരിഞ്ഞു പോകും. നല്ലൊരു ടേസ്റ്റ് കേട്ടോ. ഇതൊരു പഴയ രീതിയാണ്. പണ്ടൊക്കെ നമ്മളെ വല്യമാരൊക്കെ ഉണ്ടാക്കിയ ഓട്ടട തന്നെയായിരുന്നു. ചൂട് ചായയുടെ കൂടിയും ഇറച്ചിക്കറിയുടെ കൂടിയും കടലക്കറിയുടെ കൂടെയൊക്കെ ഉണ്ടാക്കിയ നല്ലൊരു ടേസ്റ്റ് കേട്ടോ. ഉണ്ടല്ലേ, ഇതൊക്കെ ഇപ്പോൾ ഞാൻ ചുട്ടെടുത്താ കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണിത്. അങ്ങനെ നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് ഇഷ്ടമായാലേ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് ആ കുഞ്ഞ് ബെല്ലൈക്കനൊക്കെ ഒന്ന് അടിച്ച് ഫീഡ്ബാക്ക് അറിയിക്കൊണ്ടു. സബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണ്ടു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാ കൂട്ടുകാർക്കും അടുത്തൊരു വീഡിയോയും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.